അപ്പൊ നമുക്കിന്നൊരു മുട്ടൻ പണി കിട്ടിയേക്കാണ്. എന്താന്ന് വെച്ചാ മോട്ടർ നാശായിട്ടാ. ഇനിയിപ്പോ ആള് നേരെയാക്കാൻ വന്നിട്ട് വേണം. വെള്ളാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. വെള്ളം കഴിഞ്ഞു. രാവിലെ തൊട്ടിട്ട് എടുക്കണതല്ലേ. രാവിലെ ഞാൻ നീറ്റിട്ട് ചോറ് വെക്കാൻ വേണ്ടി വെള്ളം പിടിക്കാൻ വേണ്ടി മോട്ടർ ഇട്ടപ്പോ മോട്ടർ വെക്കാനില്ല. അപ്പൊ ആകെ പെട്ടു. എന്താ ചെയ്യാ, ഇതൊക്കെ തുരുമ്പ് പിടിച്ചുട്ടാ. എനിക്ക് അയ്യോ തുരുമ്പാണല്ലോ. കുട്ടി നീങ്ങുന്നോട്ടാ, കണ്ണില് തുരുമ്പ് കൂടി പോണ്ട. തുരുമ്പാണ്. അയ്യോ ഇപ്പൊ കൊറേ നാളായില്ലോ ഇത് തുറന്നിട്ട്. ഇപ്പൊ വെള്ളം പോയിട്ട് വേണം കാര്യങ്ങൾക്ക്. ഇന്ന് അടുക്കളയ്ക്ക് കണക്ഷൻ കൊടുത്തതിന് ശേഷം പോരാ. ഇപ്പൊ ഇന്ന് മൊത്തത്തിൽ വെള്ളം പോരേണ്ടി വരും. ഞാനാണെങ്കിൽ പോയിട്ട് ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നോട്ടാ. ചിക്കൻ മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് നോക്കിയപ്പോ വെള്ളം കഴിഞ്ഞപ്പോ അതൊക്കെ വെള്ളം പോയിട്ട് ഉണ്ടാക്കേണ്ടി വരും. പ്രത്യേക ശ്രദ്ധക്ക് ഇന്ന് അപ്പിടാൻ മുട്ടുണ്ടെങ്കിൽ നേരത്തെ പറയണട്ടാ. വെള്ളം കോരി കക്കുതിൽ കൊണ്ടുപോയി വെച്ചിട്ട് വേണ്ടി വരും അപ്പിടാൻ പോകാന്. നല്ല തണുപ്പില്ല വെള്ളം. നല്ല തണുപ്പ്. അതിന്റെ അടിയിൽ പാറയല്ലേ പാറയല്ലേ. അവിടെ വെക്കി അവിടെ വെക്കി. ആരെങ്കിലും ഒരാള് നമുക്ക് ചിക്കൻ കഴുകി തായോട്ടാ. ഇന്നിപ്പോ എല്ലാരും കൂടി ഇതിലിട്ട് കഴുകി. നല്ല തണുത്ത വെള്ളല്ലേ. വെള്ളത്തുനിന്ന് ഷൂ ഒക്കെ കഴുകണേ. വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോഴേക്കും വരും കുട്ടുവോ മോട്ടർ നേരെയൊക്കെ. അത് വരെ ഒന്ന് വെള്ളം വെറുതെ കളയാതിരിക്കേ. ചിക്കൻ കഴുകാനുള്ള വെള്ളം കൊണ്ടുപോയി എടുക്കാട്ടോ. അവർക്ക് കഴുകിയിടാനുള്ള പാത്രം എടുത്താ ഇല്ല. ഈ ലെഗൊക്കെ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അൽഫാം ഉണ്ടാക്കട്ടെ രാത്രി. കുട്ടി എവിടെ? എന്തിനാണാവോ മച്ചിങ്ങ ആ പൊടി മൂക്ക് ചൊറിയണു. കയറുമ്പോ നിറച്ച് പൊടിയായിരുന്നു. കൊറേ കാലായില്ലേ ഉപയോഗിച്ചിട്ട്. ഇപ്പത് എന്തുട്ടി ഇപ്പൊ തെരഞ്ഞോണ്ട് കിടക്കണേ. എന്തിനാ മച്ചിങ്ങ? കളിക്കാൻ. ഉള്ളി പിന്നെ വലിയ ഉള്ളിയാണ്. നമുക്ക് വേഗം അങ്ങട്. അപ്പക്ക് ഇവിടെ ഒരു അടി ഉണ്ടായിട്ട് അതിന്റെ ഇടയില് എന്തേ എന്തേ നിനക്ക് വേറെ പണിയൊന്നും ഇല്ല. ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്തേ, ഉള്ളി പൊളിച്ചെന്നൊക്കെ. നശിപ്പിക്കരുത് കേട്ടാ. നശിപ്പിക്കല്ലേ കേട്ടാ. ലെഗ് എടുത്തോ. ഇപ്പൊ കറി ഉണ്ടാക്കിട്ട് ചോറുണ്ണ. നേരം കൊറേ ഉണ്ട്. നേരം കൊറേ ഉണ്ട്. അത് ചിക്കൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടാ. അതുകൊണ്ടാണ് ഇത്ര വൈകിയത്. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ എന്താ കറി വെക്കാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ നമുക്ക് ചിക്കൻ വാങ്ങിയാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ചിക്കന് സാധാരണ ഹോം ഡെലിവറി ചെയ്യാറുണ്ട് ചേട്ടൻ. പക്ഷെ ഇന്ന് വിളിച്ചപ്പോ ആള് ഫോൺ എടുത്തില്ല. അപ്പൊ നമ്മള് അങ്ങോട്ട് പോയി വാങ്ങിച്ചോണ്ട് വന്നു. അപ്പൊക്കെ നേരം പോയി. പക്ഷെ എങ്ങനെ ഒരു പണി കിട്ടുന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു വൈകുന്നേരം വരെയൊക്കെ വെള്ളം ഉണ്ടാവുന്ന്. രാവിലെ മോട്ടർ നാശായാലും സാധാരണ വൈകുന്നേരം അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെയൊക്കെ വെള്ളം ഉണ്ടാവലുണ്ട്. എന്താ പറ്റിയെന്നറിയില്ല. ഇന്നലെ വൈകുന്നേരം തിരുമ്പാട്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും വെള്ളം കഴിഞ്ഞിട്ടുണ്ടാവുക. തിരുമ്പല് കഴിഞ്ഞിട്ട് മോട്ടർ ഇട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ ആരേനെയാണാവോ കണിക്കണ്ട. എന്റെ ദൈവമേ, എല്ലാത്തിനും ഇപ്പൊ കിണറിന്റെ കരയിലേക്ക് നടക്കേണ്ട അവസ്ഥയായി. ഉരുളിയിൽ വെക്കാട്ടാ നമുക്ക് ചിക്കൻ. ഇപ്പൊ കുറെ നാളായിട്ട് എടുക്കാത്ത കാരണം നന്നായി കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇവിടെ ഉണ്ടായിരുന്ന കപ്പോ കുട്ടിയാ ചോന്ന കപ്പും കൂടെ എടുത്തോണ്ടേ.
ഞാൻ പട്ടി മേലിക്ക് വെള്ളം വന്നാതെ വന്നാലല്ലാതെ അവിടെ നിന്ന് എനിക്കില്ല കേട്ടാ. ഓക്കെ എവിടെ വെച്ച ഈ കുട്ടിക്കല്ലേ കുട്ടുവോ, ഒന്ന് കുനിഞ്ഞു വെച്ചാലെന്താ. അവന് വേറെ പണിയില്ലാത്തന്റെ, അവൻ മച്ചിങ് ഒരച്ചൊരച്ച് തീർക്കാൻ പോവാ. കുട്ടി ഒരു കാര്യം ചെയ്ത് അമ്മ അവിടെ സവോളയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്, അതൊന്നും എടുത്തോളന്നേ കഴുകാനായിട്ട്. സവോള ഇഞ്ചിയും ഒക്കെ. അയ്യോ ആ ഒരു പാത്രം എടുത്ത് തരുമോ അത് കഴുകിയിട്ട് ഇങ്ങോട്ട് എടുക്കാന്. ആ ഈ നിലത്തിടല്ലേ മോനെ. ഓ ഓ ആ കണ്ടുമുട്ടിയാ കണ്ടില്ല. പട്ടി എനിക്ക് വെള്ളം വരുമോ നോക്കാം. ഇപ്പൊ ഇവിടെയൊക്കെ ചള്ളിയാവും ഇപ്പൊ. വരില്ല, മേലിക്ക് വരില്ല, വെള്ളം കട വരിക. അപ്പൊ നമുക്ക് കൊണ്ടുപോയിട്ട് വെക്കാം. അയ്യോ രാവിലെ ചോറ് വെച്ച അടുപ്പാണ്, പക്ഷെ കണ്ടാ തോന്നില്ല തീയൊക്കെ കെട്ടാറിക്കണു. അപ്പൊ നമുക്ക് വേഗം അടുപ്പ് കത്തിക്കാം. അടുപ്പിലാകുമ്പോ പെട്ടെന്നായിക്കോളും കറി. കത്തി പിടിക്കേണ്ട ഒരു താമസമുള്ളൂ, പിന്നെ അതങ്ങട് പെട്ടെന്നായിക്കോളും. ഉരുളി ചൂടാകുമ്പോഴേക്കപ്പൊ നമുക്ക് വേഗം അങ്ങോട്ട് സവോള അങ്ങോട്ട് അരിഞ്ഞെടുക്കാട്ടാ. ഞാൻ നല്ല കനലുള്ള ഉരുളി ആയതുകൊണ്ട് വെറുതെ വീണ. അയ്യോ ചവിട്ടല്ലേട്ടാ, പൊള്ളൂട്ടാ. അൽഫാമിന് റെഡിയാക്കുക. മിക്സി ജാറിന് എടുക്കട്ടെ, ഉള്ളിയും ചേർക്കാൻ. കുരുമുളക് പൊടി അവിടെ ഇരിക്കണ്ടിട്ടാ. മല്ലിയില ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു തോന്നണോ അമ്മയ്യ. പാവും അടുപ്പിലായതുകൊണ്ട് വേഗം ഒരു അരമണിക്കൂറിന്റെ ഉള്ളില് വേഗം ചിക്കൻ കറി റെഡിയാവും. ഇതിപ്പോ വഴറ്റാനുള്ളൊരു ടൈമാ വേണ്ടി വരില്ലോ, എന്നാലും വേഗം കഴിയൂട്ടാ വഴറ്റില്. നമ്മുടെ കഥാനായകൻ വന്നിട്ടുണ്ട് കേട്ടാ, മീൻ കെട്ടാള്. ഇന്നിപ്പോ ചിക്കൻ ആയതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും എപ്പോഴും. കറി അടുപ്പത്തായി. ഞാൻ പാത്രങ്ങളൊക്കെ കഴുകണമെങ്കിൽ ഇനിയിപ്പോ ഫുൾ ടൈം ഞാൻ ഇവിടെ വന്ന് കുമ്പിട്ട് കിടക്കേണ്ടി വരൂട്ടാ. എപ്പോഴാണോ മോട്ടർ നേരിയൊക്കെ ആള് വരുന്നേ. ഇപ്പൊ ഉണ്ടാവൂട്ടാ വലിയൊരു അടി കിട്ടൂട്ടാ, കടി കിട്ടൂട്ടാ. തലയിലേക്ക് കടി കൂടി വീഴും. എനിക്കാണെങ്കിൽ പാത്രം കഴുകാൻ കുറെ വെള്ളവും വേണം. ഇതിപ്പോ കോഴിട്ടാകുമ്പോ ഇത്രയും പാത്രം കഴുകിയപ്പോഴത്തേക്ക് ആ വെള്ളം മുഴുവൻ കഴിഞ്ഞു. അയ്യോ ഇനി കുളിക്കാനൊക്കെ എന്ത് കാട്ടും. തിരുമ്പാനിരിക്കുന്നുണ്ട്, കുളിക്കാനും ഒക്കെ എന്ത് കാട്ടും. കയറ് ഉപയോഗിക്കാണ്ടേ നിറച്ച് പൊടിയായി. പൊടി കണ്ട പോരുന്ന വെള്ളത്തില് പൊടി കരട്. കറി വെന്തിട്ടാ, കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ അൽഫാം ഇപ്പം ഉണ്ടാക്കാം അല്ലേ? ആ ഉണ്ടാക്കാം, നമുക്ക് ഈ അടുപ്പിൽ തന്നെ ഉണ്ടാക്കാം. എന്നാ പിന്നെ വേറെ കനല് കൂട്ടണ്ടല്ലോ. അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇറക്കി വെക്കാം.
അൽഫാം ഇതിൽ തന്നെ ചൂടാട്ടോ. അപ്പോൾ കുറച്ച് ചാർക്കോൾ ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ പെട്ടെന്ന് കനലാവൂലോ. മതിയില്ലേ? ഇപ്പം നമ്മുടെ അടുത്ത് ചെറിയൊരു ഇതാണ് കേട്ടോ ഉള്ളത്, ഗ്രില്ല് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ചെറുതൊരെണ്ണം, അത് നമ്മൾ ഇവിടുത്തെ ആ റോട്ടിലത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ. അതുകൊണ്ട് കുഞ്ഞിതാന്ന് കിട്ടിയത്. അപ്പം നമ്മൾ അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ തൂവി കൊടുത്തു കേട്ടോ. എന്നിട്ട് ചിക്കൻ പരട്ടി വെച്ചത് ഞാൻ ഒന്നുകൂടി പരട്ടട്ടെ കേട്ടോ. എന്താ സ്ഥലമില്ലടോണിയെ മൂന്നാവട്ടെ. അപ്പം അങ്ങനെ നമ്മുടെ അൽഫാം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ചോറിനാട്ടോ വിശന്നിട്ട് വയ്യ. കുറച്ച് പാത്രങ്ങൾ കൂടിയൊക്കെ കഴുകാനുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ കഴുകാം. ഇനി ചോറിണ്ടിട്ട് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് കഴുകാം. സമയം 2 മണി കഴിഞ്ഞു, നല്ല വിശക്കണുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അൽഫാം ഉണ്ടാക്കി നോക്കണത്. അത് അവൾ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്. എന്തായാലും കറി ഞാൻ അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അവിടെ വെക്കാൻ സ്ഥലമില്ല. കറി എടുത്തിട്ട് ഭക്ഷണം കഴിക്കാട്ടോ. കുട്ടി പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചപ്പാത്തിയും അതിൻ്റെ കൂടെ കുറച്ച് കറിയും കൂടി കഴിച്ചു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു, കുറേ സമയമായില്ലോ. അപ്പം ഞങ്ങളങ്ങനെ കഴിക്കട്ടെ കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറേ പണികൾ ഇനിയും ഉണ്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് മോട്ടർ നേരെയാക്കാൻ വരണാവോ. തിരുമ്പലൊക്കെ ഇനി അത് കഴിഞ്ഞിട്ട്, അപ്പോഴേക്കും പാത്രങ്ങളൊക്കെ കഴുകിക്കണം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.